പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഫിസിക്സിലെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. ഫിസിക്സിൽ ഈ ചാപ്റ്ററിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്, അതേപോലെ തന്നെ മെഷർമെന്റ് ഓഫ് ലെങ്ത്, മാസ്, ടൈം, എറർ അനാലിസിസ്, സിഗ്നിഫിക്കന്റ് ഫിഗർ, ഡയമെൻഷണൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, ലോർഡ് കെൽവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി വെറുതെ കൊടുത്തുന്നുള്ളൂ. വെൻ യു ക്യാൻ മെഷർ വാട്ട് യു ആർ സ്പീക്കിംഗ് അബൌട്ട് and can express it in numbers, you know something about it. But when you cannot express it in numbers, your knowledge is of a meager and an unsatisfactory kind. നമുക്കിപ്പോ ഒരു സാധനം മെഷർ ചെയ്യാൻ പറ്റുക, എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം നമുക്ക് മെഷർ ചെയ്യാനും പറ്റുക, എന്നിട്ട് അതൊരു നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം യു നോ സംതിങ് അബൌട്ട് ഇറ്റ്. അത് നമുക്ക് ഒന്നുകൂടി വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യത്തിനെ പറ്റി പറയാൻ പറ്റും. നേരെ മറിച്ച് നമുക്കൊരു സാധനം നമുക്ക് അളക്കാൻ പറ്റണില്ല, അത് നമ്പർ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇത്ര തന്നെ ഒരു ഇത്ര തന്നെ ക്ലിയർ അല്ലാവില്ല അല്ലെ. ഉദാഹരണം, ഇപ്പൊ നമുക്കൊരു ഗ്രൗണ്ടിന്റെ ഒരു സാധനത്തിന്റെ നീളം 10 മീറ്റർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുക നമുക്ക് വളരെ ക്ലിയർ ആണ്. ഒരു വടിയുടെ നീളം 10 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ഒരു വടി അതിന്റെ നീളം എത്ര എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിൽ ആ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ഗ്രൗണ്ടിന്റെ നീളം എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു സാധനത്തിന്റെ വെയിറ്റ് ഇത്ര കിലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ, എത്ര മാസ് അതിന്റെ ഇത്ര കിലോഗ്രാം ആണെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു സാധനത്തിന് ഒരു വണ്ടിയുടെ സ്പീഡ് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ പെർ അവർ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ക്ലിയർ ആണ്. അത് അളക്കാനും അതൊരു നമ്പർ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. എന്നാൽ ഒരാളെ ഇന്റലിജൻസ്, നല്ല ഇന്റലിജൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇന്റലിജൻസ് നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാനോ ഒരു സംഖ്യ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റൂല അല്ലെ. മെഷർ ചെയ്യാൻ പറ്റും ഇന്റലിജൻസ് ഒക്കെ, ഇന്റലിജൻസിന്റെ കുറെ ടെസ്റ്റുകൾ ഉണ്ട്. പക്ഷെ നമുക്കൊരു സാധാരണ പോലെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന പോലെ ഒരാളെ ഇന്റലിജൻസ് ഇത്രയാണ് അയാളെ ഇന്റലിജൻസ്, മറ്റൊരാളെ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെന്റൽ പവർ ഇത്ര, അങ്ങനെ ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഐഡിയയും ഇതും തമ്മിൽ മാറ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് ലോർഡ് കെൽവിന്റെ. അപ്പോൾ അത്രയും പ്രധാനമാണ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വാട്ട് ഈസ് മെഷർമെന്റ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റുമായിട്ടുള്ള കമ്പാരിസൺ ആണ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഉദാഹരണം, നമുക്ക് ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം അല്ലെ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. അത് നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിന്റെ നീളം എത്ര? 110 മീറ്റർ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനത്തെ 110 ഉണ്ട് അല്ലെ. ഒരു മീറ്റർ പറഞ്ഞാൽ എത്രയാണ്, അതിന് 110 ഉണ്ട്. ഒരു കിലോഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയും നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 2 കിലോ പഞ്ചസാര നമ്മൾ വാങ്ങുകയാണ്, അപ്പൊ 2 കിലോഗ്രാം പഞ്ചസാര 1 കിലോഗ്രാം പറഞ്ഞാൽ എത്രയും നമുക്കറിയാം. അതിന്റെ രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ, അതിന്റെ കമ്പാരിസൺ. അത് നമുക്ക് സ്റ്റാൻഡേർഡ്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ കമ്പാരിസൺ ആണ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് അല്ലെ. മെഷർമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ മാസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാം ഉപയോഗിക്കും, കിലോഗ്രാം ഉപയോഗിക്കും, അങ്ങനെ പല പല യൂണിറ്റുകൾ ഉപയോഗിക്കും. നീളം അളക്കാൻ നമുക്ക് മീറ്റർ ഉപയോഗിക്കാൻ പറ്റും, സെന്റിമീറ്റർ ഉപയോഗിക്കാൻ പറ്റും അല്ലെ, മില്ലിമീറ്റർ ഉപയോഗിക്കാൻ പറ്റും, കിലോമീറ്റർ ഉപയോഗിക്കാൻ പറ്റും, മൈൽ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ യൂണിറ്റുകളാണ്. അപ്പോൾ നമ്മൾ അളക്കാനുള്ള മെഷർമെന്റിനുള്ള ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുക. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ കമ്പാരിസൺ ആണ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഒരു മണിക്കൂർ നമ്മളിപ്പോ ഒരാളങ്ങനെ കാത്തു നിൽക്കുകയാണ്, 10 മിനിറ്റ് നമ്മൾ കാത്തുനിന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ, നമ്മൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം. അങ്ങനത്തെ 10 ടൈംസ് അത്രയും നേരം നമ്മൾ കാത്തുക്കുമ്പോൾ 10 മിനിറ്റ് കാത്തുന്നു നമ്മൾ പറയും അല്ലെ. അപ്പോൾ ദ പ്രോസസ് ഓഫ് കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്, അതിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് മെഷർമെന്റ് എന്നോ വാട്ട് ഈസ് യൂണിറ്റ് എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല. അതൊക്കെ ജസ്റ്റ് ഇൻട്രഡക്ഷൻ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇനി വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ. മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ബി മെഷേർഡ്, മെഷർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കൂ, ലെങ്ത്, മാസ്, ടൈം, ഫോഴ്സ്, വെലോസിറ്റി, ഇങ്ങനെ തുടങ്ങി നമ്മൾ പഠിച്ചതും പഠിക്കാത്തതുമായ ഒരുപാട് ക്വാണ്ടിറ്റീസ് നിങ്ങൾക്കറിയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, കാരണം അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. അതൊക്കെ മെഷർ ചെയ്യാം. ലെങ്ത് ആണെങ്കിലും മാസ്, ടൈം, ഫോഴ്സ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ നേരെ മറിച്ച് ഒരാളെ ഇന്റലിജൻസ് നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? മെഷർ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അത് നമുക്ക് ഒരു ക്ലിയർ വാല്യൂസ് വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റൂല അല്ലെ. ഒരാളെ എന്താ പറയാ, കോൺഫിഡൻസ് ലെവൽ
കോൺഫിഡൻസ് ലെവൽ ഇത്രയാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതിങ്ങനെ ബിലോ അല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ ആവറേജ് എബോ ആവറേജ് എന്ന രൂപത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ലെവലിനെ പറ്റി പറയാമെന്നല്ലാതെ കോൺഫിഡൻസ് ഒന്നും നമുക്ക് അതേപോലെ മെഷർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കോൺഫിഡൻസോ ഇന്റലിജൻസോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്മാർട്ട്നെസ്സോ ഇതൊന്നും നമുക്ക് സാധാരണ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. കാരണം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്, മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the quantities which cannot be expressed in terms of any other physical quantity. അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചിട്ട് മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും ബേസിക് ആണ് പോലെ അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. The quantities which cannot be expressed in terms of any other physical quantities. വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ എന്താണ് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ സംഭവം ക്ലിയർ ആവും. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. കാരണം ലെങ്ത് നമ്മൾ വേറെ ഏതെങ്കിലും വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മാസ്, ടൈം, ഇതൊന്നും ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ഇതിന് ലെങ്ത് റെപ്രസെന്റ് ലെങ്ത് തന്നെ വേണം അല്ലെ? സംശയം ഉണ്ടോ? നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും കൂടി പറയുമ്പോൾ അതിന് മാറ്റം മനസ്സിലാവും. നമുക്ക് ഡിറൈവ്ഡും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റീസ് that can be expressed in terms of fundamental quantities are called derived quantities. നോക്കൂ, മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട്, അതായത് മറ്റ് ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഒരു എക്സാമ്പിൾ നോക്കൂ, ഏരിയ. ഇപ്പോൾ ഒരു പിന്നെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നീളം ഇൻറ്റു വീതി അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, വീതി രണ്ടും നീളമാണ്. അപ്പൊ നീളം ഇൻറ്റു നീളം ആണോ? നീളം എന്നുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏരിയ റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെ 2 പ്രാവശ്യം നീളം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഒക്കെ നീളം തന്നെയാണ് അല്ലെ, ലെങ്ത് ഒക്കെ നീളം തന്നെ. അപ്പൊ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്ത്തിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം എന്നുള്ള മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ വോളിയം എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഫണ്ടമെന്റൽ യൂണിറ്റ് ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വെലോസിറ്റി, പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരണം ബൈ അല്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ദൂരം, ലെങ്ത് ആണ്. ഈ ലെങ്ത്തിനെ എന്തുകൊണ്ട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ലെങ്ത് എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈം എന്നുള്ളത് മറ്റൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ലെങ്ത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും, ദൂരത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ്, വെലോസിറ്റി എന്നുള്ള സാധനം കിട്ടുക. അപ്പോൾ ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതേപോലെയുള്ള ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. നേരെ മറിച്ച് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടൈം എന്നുള്ള ഒരു ബേസിക് ആണ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാസ്, ലെങ്ത്, ടൈം, കറണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, നമ്മൾ പഠിക്കും അത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. ഇനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന യൂണിറ്റ് ക്വാണ്ടിറ്റികളെ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും എന്ന് വിളിക്കും. അപ്പൊ 2 തരം ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം, ഇത് ശ്രദ്ധിക്കണം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതാ? പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു, താഴെ ഇങ്ങനെ ക്വാണ്ടിറ്റീസിൽ ഏതാണ് ഫണ്ടമെന്റൽ, ഏതാണ് ഡിറൈവ്ഡ് എന്നൊക്കെ തോന്നി, അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റിനെ അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റീസ് ഇങ്ങനെ 2 രൂപത്തിലുണ്ടെങ്കിൽ യൂണിറ്റിനെ നമുക്ക് 2 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾ, ദ ബേസിക് യൂണിറ്റ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് വിത്ത് അതർ യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്താ? ദ ബേസിക് ക്വാണ്ടിറ്റീസ് ആണ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് വിത്ത് അതർ ക്വാണ്ടിറ്റീസ്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആകുമ്പോൾ ദ ബേസിക് യൂണിറ്റ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് വിത്ത് അതർ യൂണിറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ യൂണിറ്റ് എടുത്താൽ മതി. നേരത്തെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ ലെങ്ത് ഉണ്ടായിരുന്നു, മാസ് ഉണ്ടായിരുന്നു, ടൈം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫണ്ടമെന്റൽ യൂണിറ്റിൽ അതിന്റെ ഒക്കെ യൂണിറ്റ് പറഞ്ഞാൽ മതി. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് അല്ലെ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇതൊക്കെ ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്. എന്നാൽ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാലോ ദ യൂണിറ്റ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബേസ് യൂണിറ്റ്. ബേസിക് യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട്, ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന യൂണിറ്റുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ നമുക്ക് പിന്നെ വെലോസിറ്റിന്റെ, സ്പീഡിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ എന്നുള്ളത് സെക്കൻഡ് എന്നുള്ള 2 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റിന്റെ യൂണിറ്റ് ഉണ്ടാക്കിയത് അല്ലെ, മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. അപ്പൊ മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം, വെലോസിറ്റിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ്, ഇത് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണ്.
ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഏതിന് യൂണിറ്റ് ഉണ്ടാക്കിയത്, മൊമെന്റത്തിന് യൂണിറ്റ് ഉണ്ടാക്കി. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അതിനാണ് ന്യൂട്ടൺ എന്ന് വിളിക്കുക. അപ്പോൾ അത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെ. ഏരിയന്റെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ. അതെന്താ, 2 മീറ്ററുകൾ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ ക്യൂബ്. അത് മറ്റൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും. നിങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ യൂണിറ്റുകൾ തന്നിട്ട് താഴെ തന്നില്ല ഏതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ഏതാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ സിസ്റ്റം, ദ സിസ്റ്റം ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്, ഈ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തും. ദ സിസ്റ്റം ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഒരുപാട് സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ ഇന്ന് പ്രചാരണത്തിലുണ്ട്. അതിൽ ആദ്യം വന്ന യൂണിറ്റ് ആണ് FPS സിസ്റ്റം. FPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. അതാണ് FPS എന്ന് പറഞ്ഞാൽ. ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി. അപ്പോൾ ഇത് FPS സിസ്റ്റത്തിൽ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ച സിസ്റ്റമാണ്. ഇന്ന് നമ്മൾ FPS സിസ്റ്റം ഉപയോഗിക്കാറില്ല. ഇവിടെ FPS സിസ്റ്റത്തിൽ നമ്മൾ നീളം എന്തിലാണ് അളക്കുക? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലെങ്ത്, മാസ്, ടൈം, ഇത് അളക്കാനുള്ള ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് ഇതിന് പേര് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ 3 ക്വാണ്ടിറ്റീസ് നമ്മൾ പറയാനുള്ള കാരണം? ലെങ്ത്തും മാസും ടൈമും. കാരണം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. മോഷനെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനാണ് മെക്കാനിക്സ് എന്ന് വിളിക്കുക. ഈ മെക്കാനിക്സിൽ ഈ 3 ക്വാണ്ടിറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ 3 ക്വാണ്ടിറ്റീസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പേരുകളൊക്കെ ഈ 3 ക്വാണ്ടിറ്റീസിന് വെച്ച് പഠിക്കാനുള്ള കാരണം. ഓക്കെ. അപ്പോൾ FPS സിസ്റ്റത്തിൽ, അപ്പോൾ പണ്ട് കാലത്തുള്ള നമ്മൾ എന്താ പറയുന്നത്, സിസ്റ്റം ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് പറയുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്, ഒരു യൂണിറ്റ് സിസ്റ്റം ആണ് FPS സിസ്റ്റം. ഇവിടെ നീളം നമ്മൾ എന്തിലാണ് അളക്കുക? ഫൂട്ടിൽ അല്ലെ, അടി. അപ്പൊ നീളം പറയുമ്പോൾ മീറ്ററിലല്ല. പിന്നെ ഇപ്പൊ ഇതിന്റെ ഒരു നമ്മുടെ ക്ലാസ് റൂമിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് മീറ്ററിലാണ് പറയാം. എത്ര മീറ്റർ എന്നാണ്, അന്ന് ഇത്ര അടി എന്നാ പറയാം അല്ലെ. 45 അടി ഉണ്ടായിരുന്നു, 50 അടി, 85 അടി എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിലാണ് പറയാ. അടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ ഫൂട്ട് അല്ല, പിന്നെ ഒരു അടി എന്ന് പറയാൻ 30 സെന്റിമീറ്റർ ഒക്കെയാണ് വരിക അല്ലെ, നമുക്ക് അറിയുണ്ടാവും. രണ്ടാമത് പൗണ്ട്, മാസ് എന്തിലാണ് അളക്കുക? പൗണ്ട് എന്നുള്ള ഒരു പിന്നെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഇത്ര പൗണ്ട്, തൂക്കം പറയുമ്പോൾ അങ്ങനെ 35 പൗണ്ട്, അങ്ങനെ പൗണ്ടിലാണ് പറയാം. അതേപോലെ തന്നെ ടൈം സെക്കൻഡിലുമാണ് മെഷർ ചെയ്യുക. ഇതാണ് ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ടൈം എന്നാണ് FPS സിസ്റ്റം ഉള്ളത്. രണ്ടാമതൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് CGS യൂണിറ്റ് സിസ്റ്റം. CGS സിസ്റ്റത്തിൽ നീളം നമ്മൾ എന്തിലാണ് അളക്കുക? സെന്റിമീറ്ററിലാണ്. ഇന്ന് നമ്മൾ സെന്റിമീറ്ററിലല്ല, മീറ്ററിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. അപ്പോൾ CGS സിസ്റ്റത്തിൽ നീളം സെന്റിമീറ്ററിലാണ് അളക്കുക. മാസോ ഗ്രാമിലാണ് അളക്കുക. ഇന്ന് ഗ്രാമിലല്ല, കിലോഗ്രാമിലാണ്. ടൈം സെക്കൻഡ് തന്നെയാണ് ഇന്നും അന്നൊക്കെ അളക്കുക. അതാണ് CGS സിസ്റ്റത്തിന്റെ പ്രത്യേകത. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, അങ്ങനെയാണ് അത് ഉപയോഗിക്കുക. മറ്റൊരു സിസ്റ്റമാണ് MKS സിസ്റ്റം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് MKS. അവിടെ നമ്മൾ നീളം അളക്കുക മീറ്ററിലാണ്. അതേപോലെ മാസ് നമ്മൾ അളക്കുന്നത് കിലോഗ്രാമിലാണ്. ടൈം നമ്മൾ അളക്കുന്നത് സെക്കൻഡിലാണ്. MKS സിസ്റ്റം. ഇന്നും നമ്മൾ ഏകദേശം ഇത് തന്നെ ഉപയോഗിക്കുന്നത്. നീളം മീറ്ററിലും മാസ് കിലോഗ്രാമിലും ടൈം സെക്കൻഡിൽ തന്നെയാണ് അളക്കല്. MKS സിസ്റ്റം തന്നെ. പക്ഷെ MKS സിസ്റ്റത്തിൽ ഇപ്പോ പിന്നെ അതിനൊന്ന് പരിഷ്കരിച്ചിട്ട് പുതിയൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ടാക്കി. MKS സിസ്റ്റത്തിന്റെ ഒരു റാഷണലൈസ്ഡ് സിസ്റ്റമാണ് SI. അതിനൊന്നും കൂടി പരിഷ്കരിച്ചു. അങ്ങനെ പരിഷ്കരിക്കാനുള്ള കാരണം ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എനർജിന്റെ യൂണിറ്റ്, സാധാരണയുള്ള എനർജിന്റെ യൂണിറ്റ് ജൂൾ അല്ലെ, ജൂൾ എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സിൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും എനർജിന്റെ യൂണിറ്റ് ജൂൾ. ഇന്ന് നമ്മൾ പക്ഷെ ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾ സാധാരണ കലോറി എന്നാണ് വിളിക്കുക. അപ്പൊ MKS സിസ്റ്റത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ചില ഇപ്പൊ എനർജിക്ക് തന്നെ ചില പിന്നെ എനർജിക്ക് നമ്മൾ ജൂൾ വെച്ചിട്ടാണ് പറയാ. എന്നാൽ വേറെ ചില എനർജിക്ക് നമ്മൾ കലോറിയാണ് വെച്ച് പറയാം. അങ്ങനെയൊക്കെ ഒരേ സാധനത്തിന് തന്നെ വേറെ വേറെ പേരുകൾ കൊടുക്കുമായിരുന്നു, യൂണിറ്റുകൾ വേറെ വേറെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് എനർജി എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ, അതിനൊറ്റ യൂണിറ്റ് ആക്കി മാറ്റി. എല്ലാ എനർജിയും, അത് എങ്ങനെ കിട്ടിയ എനർജിയാണ്, അതിന് സണ്ണ് എന്നുള്ള എനർജി ആണെങ്കിലും നമുക്ക് ഫ്യൂൽ എന്നുള്ള എനർജി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന എനർജി, ഭക്ഷണത്തിന്റെ എനർജി ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരേ യൂണിറ്റിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു, സ്റ്റാൻഡേർഡൈസ് ചെയ്തു, ഒന്ന് റാഷണലൈസ് ചെയ്തു, ഒന്ന് പരിഷ്കരിച്ചു ഈ MKS സിസ്റ്റത്തിനെ. അങ്ങനെ പുതിയൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ടാക്കി. ആ യൂണിറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിന്റെ പേരാണ് SI. SI എന്ന് പറഞ്ഞാൽ സിസ്റ്റമേ ഇന്റർനാഷണൽ എന്നുള്ള ഫ്രഞ്ച് വാക്കുന്നാണ് SI എന്ന് വാക്ക് വരുന്നത്. അതിന്റെ അർത്ഥം ഇന്റർനാഷണൽ സിസ്റ്റം. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിസ്റ്റമേ ഇന്റർനാഷണൽ എന്നുള്ള SI സിസ്റ്റമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ SI സിസ്റ്റത്തിലും മാസ് അളക്കുന്നത് മീറ്ററിൽ, കിലോഗ്രാമിലും, നീളം അളക്കുന്നത് മീറ്ററിലും, ടൈം അളക്കുന്നത് സെക്കൻഡിലുമാണ്. അത് മാത്രമല്ല വേറെയും അളക്കുന്ന കാരണങ്ങളുണ്ട്. അത് നമുക്ക് പറയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്.
ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സാധനം അത് തന്നെയാണ്. സിസ്റ്റം ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നുള്ള ഈ സാധനമൊന്നും നമ്മൾ പറഞ്ഞ FPSO CGSO MKSO ഒന്നും പരീക്ഷ ചോദിക്കൂല. പക്ഷെ SI നെ പറ്റി ചോദിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ SI സിസ്റ്റം ആണ്. SI ഇന്റർനാഷണൽ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ SI സിസ്റ്റം ആണ്. SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഉണ്ട്. ഇറ്റ് ഹാസ് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്. അപ്പൊ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉണ്ട്. അതേപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ SI സിസ്റ്റത്തിൽ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, SI സിസ്റ്റത്തിൽ എത്ര ഫണ്ടമെന്റൽ യൂണിറ്റ് ഉണ്ട്? 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഉണ്ട്. എത്ര സപ്ലിമെന്ററി യൂണിറ്റ് ഉണ്ട്? 2 സപ്ലിമെന്ററി യൂണിറ്റുകളുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ, ഏതൊക്കെയാണ് ആ 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ? ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കണം. നോക്കൂ, ഫണ്ടമെന്റൽ യൂണിറ്റ് നമുക്ക് പറഞ്ഞാൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഉണ്ട്. ഒന്നാമത്തത് ലെങ്ത്. ലെങ്ത്തിന്റെ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്, അതിന്റെ യൂണിറ്റ് മീറ്റർ, സിമ്പിൾ M. അപ്പൊ ഒന്നാമത് ലെങ്ത്, അതിന് നമ്മൾ മീറ്റർ എന്നാണ് ഉപയോഗിക്കുക. രണ്ടാമത്തത് മാസ്. മാസ് നമ്മൾ സാധാരണ കിലോഗ്രാം, kg എന്നുള്ള ഇതൊക്കെ സിമ്പിളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സിമ്പിളൊക്കെ മീറ്ററിന്റെ സ്മോൾ ലെറ്റർ M ആണ് അല്ലെ. മാസ് കിലോഗ്രാം ആണ്. സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ജിയും ആണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇനി ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള യൂണിറ്റ് ഉണ്ട്, പക്ഷെ സ്റ്റാൻഡേർഡ് ഏതാ? കെൽവിൻ ആണ് അല്ലെ. കെ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. ടൈമിന് സെക്കൻഡ് എന്നുള്ളതാണ് യൂണിറ്റ്, സ്മോൾ ലെറ്റർ S ആണ് അതിന്റെ സിമ്പിൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാനുള്ള യൂണിറ്റ് മോൾ ആണ്. മോളിന്റെ സിമ്പിൾ MOL, മോൾ തന്നെയാണ് എഴുതേണ്ടത്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ A എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുക. ലുമിനസ് ഇന്റൻസിറ്റി കാൻഡിലാണ്, സ്മോൾ ലെറ്റർ സിയും ഡിയും, CD ആണ് അതിന്റെ സിമ്പിൾ. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. 7 ഫണ്ടമെന്റൽ യൂണിറ്റ് എന്തൊക്കെയാണ്, അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ യൂണിറ്റ് എന്തൊക്കെയാണ്. അപ്പൊ നമുക്കൊരു ഓർഡറിൽ പഠിച്ചാലും മതി. ലെങ്ത്, മാസ്, ടൈം ആദ്യം പഠിച്ചു വെക്കുക. പിന്നെ ബാക്കിയുള്ള ടെമ്പറേച്ചറും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും ഇലക്ട്രിക് കറണ്ടും ലുമിനസ് ഇന്റൻസിറ്റിയും ആണ് ഉള്ളത്. അപ്പൊ ലെങ്ത്തിന് മീറ്റർ ആണ്, മാസിന് കിലോഗ്രാം ആണ്, ടൈമിന് സെക്കൻഡ് ആണ്. പിന്നെ ടെമ്പറേച്ചറിന് കെൽവിൻ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഇത്ര 1 മോൾ സബ്സ്റ്റൻസ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെപ്പറ്റി കൂടുതലൊക്കെ മോൾ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും. ഓരോന്നിന്റെ അതിന്റെ പിന്നെ ആറ്റം, അതിന് 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോള്. മറ്റൊന്ന് ഇലക്ട്രിക് കറണ്ട്, സാധാരണ കറണ്ട് യൂണിറ്റ് ആണ് ആംബിയർ. മറ്റൊരു ടേം ലുമിനസ് ഇന്റൻസിറ്റി. ഈ ഒരു ടേം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശത്തിന്റെ ഒക്കെ തീവ്രത അളക്കുന്നതാണ്. അതിനുള്ള യൂണിറ്റ് ആണ് കാൻഡില. അപ്പൊ നമുക്കൊരു പിന്നെ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബൾബ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റിൽ നിന്ന് വെളിച്ചം വരും അല്ലെ. ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വെളിച്ചം വരും. ആ വെളിച്ചത്തിന്റെ തീവ്രത അളക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ ഓരോ പോയിന്റിലും എത്ര വെളിച്ചമാണ് അവിടെ എത്തുന്നത്. ഇപ്പൊ ഒരു 60 വാട്ട് അല്ലെങ്കിൽ ഒരു 20 വാട്ടിന്റെ LED ബൾബ് നമ്മൾ റൂമിന്റെ മുകളിൽ ഇങ്ങനെ പിന്നെ സീലിംഗിന്റെ അവിടെ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് വെളിച്ചം ഉണ്ടാവും. അത് എല്ലാ ഭാഗത്തും ആ ലൈറ്റിന്റെ അടുത്തും അതേപോലെ ആ റൂമിന്റെ ഒരു കോർണറിൽ പോയാലും ഒരേ വെളിച്ചമാണോ കിട്ടുക? അല്ല, ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയുള്ള വെളിച്ചം കൂടെ നമ്മളുടെ വെളിച്ചം തമ്മിൽ എന്താ മാറ്റം? ലുമിനസ് ഇന്റൻസിറ്റി മാറ്റം ഉണ്ടാവും. അവിടുത്തെ ലുമിനസിറ്റി ഒരു വാല്യൂ ആയിരിക്കും, വേറെ സ്ഥലത്ത് വേറെ വാല്യൂ ആയിരിക്കും. അതിന് കുറെ ദൂരം പോകുമ്പോൾ ലുമിനസ് ഇന്റൻസിറ്റിന്റെ വാല്യൂ മാറി മാറി വരും. അപ്പൊ ലുമിനസ് ഇന്റൻസിറ്റി എന്ന പ്രകാശത്തിന്റെ തീവ്രതയാണ് ഉദ്ദേശിക്കുന്നത്. അത് അളക്കാനുള്ള യൂണിറ്റ് കാൻഡില. അപ്പൊ നമ്മൾ ഒരു വെളിച്ചം ഇങ്ങനെ കത്തി നമുക്ക് മെഷർ ചെയ്താൽ നമുക്ക് അവിടുത്തെ ഇത്ര കാൻഡില വെളിച്ചുണ്ട്, മറ്റോടത്ത് ഇത്ര കാൻഡിലാണ് അവിടുത്തെ ലുമിനസ് ഇന്റൻസിറ്റി, മറ്റോടത്ത് ഇത്ര കാൻഡില എന്ന രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പൊ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ, അതിന്റെ ക്വാണ്ടിറ്റി എന്താണ്, അതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്. 2 സപ്ലിമെന്ററി യൂണിറ്റുകളും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. 2 സപ്ലിമെന്ററി യൂണിറ്റ് ആണ്. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്, മറ്റൊന്ന് സോളിഡ് ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിൾ സാധാരണ ആംഗിൾ, ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ റേഡിയൻ, അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. RAD അതാണ് റാഡ്, അതാണ് നമ്മൾ അതിന്റെ സിമ്പല്. മറ്റൊന്ന് സോളിഡ് ആംഗിൾ, സ്റ്റെറേഡിയൻ ആണ്, SR അതാണ് അതിന്റെ സിമ്പല്. പ്ലെയിൻ ആംഗിൾ സാധാരണ ആംഗിൾ പറഞ്ഞാൽ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആംഗിൾ നമ്മൾ മാക്സിലൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ ആംഗിൾ ഒക്കെ നമ്മൾ അറിയാം. ഒരു ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ ട്രയാംഗിളുടെ ആംഗിൾ എന്നൊക്കെ പറയാം, നമുക്കറിയാം ആംഗിൾ. നമ്മൾ റേഡിയൻ സാധാരണ നമ്മൾ ഡിഗ്രിയിലാണ് പറയാ. അത് നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് തന്നെ നമ്മൾ ഉപയോഗിക്കണം നിർബന്ധമില്ല, പക്ഷെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് റേഡിയൻ ആണെന്നുള്ളൂ അല്ലെ. നമ്മൾ നേരത്തെ ടെമ്പറേച്ചർ പറഞ്ഞ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ സാധാരണ ടെമ്പറേച്ചർ ഒക്കെ പിന്നെ നമ്മൾ ഡിഗ്രിയിലൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽവിനിലാണ് അല്ലെ. ഇത്ര സാധാരണ നമ്മളിപ്പോ വെള്ളം ചൂടാ 100 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ വെള്ളം ഐസ് ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ വിളിക്കുക. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈസി അതായിരിക്കും. പക്ഷെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ഡിഗ്രി സെൽഷ്യസ് അല്ല, പിന്നെ കെൽവിൻ സ്കെയിലാണ്. അതേപോലെ ആണ് മാറ്റം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആവാനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.
നമ്മൾ ഏതായാലും ഇപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണില്ല. അപ്പൊ പ്ലെയിൻ ആംഗിൾ പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് അത് റേഡിയൻ ആണ്. പിന്നെ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പിന്നെ ഈ ബഫൂണിന്റെ ഒക്കെ പിന്നെ തലയിലൊക്കെ നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ തൊപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ മുൻഭാഗം ഇങ്ങനെ കൂർത്ത് വരുന്ന ഒരു ടൈപ്പ് തൊപ്പിയൊക്കെ കണ്ടിട്ടില്ലേ? അതിലൊക്കെ ഉണ്ടാവുന്ന ആംഗിൾ അതാണ് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സോളിഡ് ആംഗിൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് SR, സ്റ്റെറേഡിയൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ജസ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നുള്ള ചാപ്റ്ററും തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അതിൽ ഫണ്ടമെന്റൽ യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ SI യൂണിറ്റിലെ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതൊക്കെ എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.